നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ജനുവരിയിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം അതിന്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ അടുത്തതിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യമാണ്. ഗവൺമെന്റിന്റെ ആർട്ടിക്കിൾ വെദർ ആർട്ടിക്കിൾസ് ഓഫ് ഗവൺമെന്റ് ഷാൽ ബി സോൾഡ് ഓൺ ക്രെഡിറ്റ് ബേസ്. ഗവൺമെന്റിന്റെ ആർട്ടിക്കിള് കടമായിട്ട് കൊടുക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. യാതൊരു കാരണവശാലും ഗവൺമെന്റിന്റെ ആർട്ടിക്കിൾസിൽ എന്തില്ല? ക്രെഡിറ്റ് വിൽപ്പന ഇല്ല. നോ ക്രെഡിറ്റ് സെയിൽസ് എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ദി എസ്റ്റിമേറ്റ്സ് ഓഫ് സ്കീംസ് ഇൻവോൾവിംഗ് ന്യൂ എക്സ്പെൻഡിച്ചർ ഓർ അബാൻഡ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് റവന്യൂ, അത് ഏതിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പുതിയ ചെലവുകളും വരുമാന നഷ്ടവും സംബന്ധിച്ച എസ്റ്റിമേറ്റുകൾ, രണ്ട് കാര്യങ്ങളാണ്. പുതിയ ചെലവുകൾ ന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വരുമാന നഷ്ടവും സംബന്ധിച്ച എസ്റ്റിമേറ്റുകൾ ഏതിലാണ് വരുന്നതെന്നാണ്, താഴെ പറയുന്നവ ഏതിലാണ് വരുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആൻസർ പാർട്ട് 2 എസ്റ്റിമേറ്റ് എന്നാണ് ആൻസർ. പാർട്ട് 2 എസ്റ്റിമേറ്റ്. അപ്പോ പാർട്ട് 2 എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പുതിയ ചെലവുകൾ വരുത്തുന്നതോ അല്ലെങ്കിൽ നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ ഉപേക്ഷിക്കുന്നതോ ആയ പുതിയ സ്കീമുകൾക്കോ പ്രപ്പോസലുകൾക്കോ വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റുകളെയാണ് ഈ പാർട്ട് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൻസർ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ക്രിമിനൽ കോടതികളുടെ നിക്ഷേപം അല്ലാത്തത്? ക്രിമിനൽ കോടതികളുടെ നിക്ഷേപം അല്ലാത്തത് എന്ന് പറയുന്നത് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഇൻഡസ്റ്റേറ്റ് പ്രോപ്പർട്ടി. സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഇൻഡസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്നാണ് അതിന്റെ ആൻസർ. നമുക്ക് അതിലൊരു വിശദീകരണം വേണ്ടതുണ്ട്. അതായത് ഈ ഇൻഡസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്താണെന്നാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഈ ആൻസർ ആണ് പറയുന്നത്, ഒരു വ്യക്തി ഒസ്യത്ത് എഴുതി വെക്കാതെയും നിയമപരമായ അവകാശികളോ ബന്ധുക്കളോ ഇല്ലാതെയും മരണപ്പെടുമ്പോൾ അയാളുടെ സ്വത്തുക്കള് ഇൻഡസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കപ്പെടും. ഒസ്യത്ത് എഴുതി വെച്ചിട്ടില്ല ഒരാള്, അയാൾക്ക് സ്വന്തക്കാരോ ബന്ധുക്കാരോ അവകാശികളോ ആരുമില്ല. അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തുക്കളെ നമ്മൾ ഇൻഡസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇത്തരം സ്വത്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയോ അല്ലെങ്കിൽ സിവിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടോ ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ആൻസർ വന്നപ്പോൾ. അപ്പോൾ ബാക്കിയെല്ലാം ക്രിമിനൽ കോടതിയിലാണ്. ഇത് ക്രിമിനൽ കോടതിയുടെ ഭാഗമല്ല, സിവിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഈ സാധനം ക്രിമിനൽ കോടതിയുടെ സാധാരണ നിക്ഷേപങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. ഇനി മറ്റ് ഓപ്ഷനുകൾ നോക്കിയാൽ ആദ്യത്തെ ഓപ്ഷൻ കോപ്പിയിങ് ഫീസാണ്. ഈ കോപ്പിയിങ് ഫീസ് എന്ന് പറയുന്നത് കോടതി രേഖകളുടെ പകർപ്പുകളൊക്കെ ആവശ്യപ്പെടുമ്പോൾ അടയ്ക്കുന്ന ഫീസ്, അതൊരു കോടതി നിക്ഷേപമാണ്. ഇനി അത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ വിധിന്യായത്തിന്റെ പകർപ്പ് ലഭിക്കാൻ കക്ഷി പൈസ അടയ്ക്കുക, അപ്പോൾ അത് ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ബി പറയുന്നത് സെയിൽ പ്രൊസീഡ്സ് ഓഫ് അൺക്ലെയിംഡ് പെരിഷബിൾ പ്രോപ്പർട്ടി, അതായത് കയ്യിൽ ചെയ്യപ്പെടാത്ത നശിക്കുന്ന വസ്തുവിന്റെ വിൽപ്പന വരുമാനം. ഇപ്പൊ ക്രിമിനൽ കോടതികളിൽ തൊണ്ടി മുതലായിട്ട് പിടിച്ചെടുക്കുന്ന പെട്ടെന്ന് ചീഞ്ഞഴുകി പോകുന്ന സാധനങ്ങൾ, അപ്പൊ ഉടമസ്ഥരെ കണ്ടെത്താനാവുമ്പോൾ ലേലം ചെയ്ത് വെക്കും. ആ തുക കോടതിയിൽ ഡിപ്പോസിറ്റ് ചെയ്യും, നിക്ഷേപിക്കും. അതാണ് ഈ പെരിഷബിൾ പ്രോപ്പർട്ടി, അൺക്ലെയിംഡ് പെരിഷബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ അവസാനത്തെ പറയുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ പിടിച്ച്, അവകാശികളില്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 3 മാസത്തേക്കാണ് അവകാശികൾ ചെന്ന്, ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ 3 മാസത്തിനകം അവകാശികൾ ചെല്ലണം, അല്ലെങ്കിൽ അതിനെ ലേലം ചെയ്ത് വിറ്റിട്ട് കോടതി നിക്ഷേപമാക്കും. അപ്പൊ ഇതിലൊന്നും പെടാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് സി ആണ്, ഇൻസ്റ്റേറ്റ് പ്രോപ്പർട്ടി വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം, അല്ലെ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഇൻഡസ്റ്റേറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, അടുത്ത ചോദ്യം.
പരിശോധനാ റിപ്പോർട്ടിലുള്ള ആദ്യ മറുപടികൾ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച തീയതി മുതൽ ദ ഫസ്റ്റ് റിപ്ലൈസ് ടു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഷുഡ് ബി സെൻഡ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ജനറൽ വന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തി, ആ ഇൻസ്പെക്ഷൻ്റെ നടത്തി അവർ പോയി. അതിനുശേഷം ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വന്നു. ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വന്നാൽ മറുപടി 4 ആഴ്ചയ്ക്കുള്ളിൽ അയക്കണം. എത്ര ആഴ്ചയ്ക്കുള്ളിൽ അയക്കണം എന്നാണ് ഇവിടെ ചോദ്യം. എത്ര കാലത്തിനുള്ളിൽ അയക്കണം? 4 ആഴ്ചയ്ക്കുള്ളിൽ. ഫസ്റ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിനുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിനുള്ള ആദ്യ മറുപടി ദ ഫസ്റ്റ് റിപ്ലൈ 4 ആഴ്ചയ്ക്കുള്ളിൽ അയക്കണം. അതാണ് ആൻസർ. അടുത്ത ചോദ്യം, ഡിമാൻഡ് ആൻഡ് ലയബിലിറ്റി അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതിനാൽ വളരെ നേരത്തെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ കഴിയുമെന്നതാണ് പണം അടിസ്ഥാനത്തിൽ, ക്യാഷ് അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിമാൻഡ് ആൻഡ് ലയബിലിറ്റി അടിസ്ഥാനത്തിൽ? അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിമാൻഡ് ആൻഡ് ലയബിലിറ്റി ബേസിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ലഭിക്കേണ്ട തുകയും നൽകാനുള്ള ബാധ്യതകളും പൂർണ്ണമായിട്ടും കണക്കാക്കണം. അതാണ് ആ ബേസിസിന്റെ ഒരു പ്രത്യേകത. ഇത് അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ലഭിക്കാനുള്ള തുക കണക്കാക്കണം, നൽകാനുള്ള ബാധ്യതയും കണക്കാക്കണം. ഇതിനായിട്ട് കുടിശ്ശികളും മറ്റ് കണക്കുകളും ഒത്തുനോക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കി ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കൂടുതൽ സമയം വൈകുന്നു. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സർക്കാർ ഓഫീസിൽ ഒരു വർഷത്തെ ടാക്സ് പിരിവ് അല്ലെങ്കിൽ ഫീസ് ശേഖരണം നടത്തുമ്പോൾ ആരൊക്കെ തുക നൽകാനുണ്ട്, ഏതൊക്കെ ബാധ്യതകളാണ് തീർക്കാനുള്ളത് എന്ന് പൂർണ്ണമായി തിട്ടപ്പെടുത്തണം. ഇതിനായി ഈ ഡിമാൻഡ് ആൻഡ് ലയബിലിറ്റി രീതിയിലാണ് പറഞ്ഞത്. ഇതിനായിട്ട് കുടിശ്ശികക്കാരുടെ പട്ടികയും മറ്റ് ഔദ്യോഗിക നടപടികളും പരിശോധിക്കേണ്ടതിനാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ മാസങ്ങൾ പിടിക്കും. ഈ ഡിമാൻഡ് ആൻഡ് ലയബിലിറ്റി രീതിയിൽ. എന്നാൽ ക്യാഷ് രീതി, പണത്തിൻ്റെ രീതി, ക്യാഷ് രീതി എന്ന് പറഞ്ഞാൽ ആ വർഷം യഥാർത്ഥത്തിൽ ട്രഷറിയിലോ ഓഫീസിലോ എത്ര പണം വന്നു ചേർന്നു എന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഉടൻ തന്നെ സങ്കീർണമായ കുടിശ്ശിക പരിശോധനകൾ ഇല്ലാതെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൻ്റെ പ്രയോജനം ആണ് അക്കൗണ്ടുകൾ വളരെ നേരത്തെ ക്ലോസ് ചെയ്യാൻ കഴിയും എന്നതാണ് ക്യാഷ് അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൻ്റെ പ്രയോജനമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഗ്രാൻറ്റുകൾക്ക്, ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റുകൾ ഉൾപ്പെടെയുള്ള കുടിശ്ശികൾ, ശ്രദ്ധിക്കണേ, സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റുകളുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള കുടിശ്ശിക ക്ലെയിമുകൾ സർക്കാർ എത്ര വർഷത്തിന് ശേഷം അല്ലെ എത്ര വർഷങ്ങളിൽ നൽകും എന്നതാണ് ചോദ്യം. അരിയർ ക്ലെയിംസ് ഇൻക്ലൂഡിംഗ് ദോസ് റിലേറ്റിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റ്സ് വിൽ ബി സാങ്ഷൻഡ് ബൈ ഗവൺമെന്റ് when the claim is preferred within എത്ര ഇയർ സബ്സിക്വന്റ് ടു ദ ഇയർ ഇൻ വിച്ച് ദ പേയ്മെന്റ് വാസ് ഡ്യൂ. ഈ കൊടുക്കാനുള്ള കാലാവധിക്ക് ശേഷം എത്ര കാലത്തിനുള്ളിൽ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ കൊടുക്കും. അത് 3 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണം. അതായത് പേയ്മെന്റ് നൽകേണ്ടിയിരുന്ന വർഷത്തിന് ശേഷം 3 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ സർക്കാർ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ സാമ്പത്തിക ചട്ടങ്ങൾ പ്രകാരം സാധാരണ ഔദ്യോഗിക കുടിശ്ശികകളിൽ ക്ലെയിമുകൾക്കുള്ള കാലപരിധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അതിൽ സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻറ്റുകൾ ഉൾപ്പെടെയുള്ള കുടിശ്ശിക ക്ലെയിമുകൾ വരുന്നു എന്ന് മാത്രം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളുടെ ട്രഷറർ നിരവധി തവണ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇത് പലതിലും വരും, KTCയിലൊക്കെ വരുന്നുണ്ട്. ചാരിറ്റബിൾ എൻഡോവ്മെന്റിന്റെ ട്രഷറർ എന്ന് പറയുന്നത് ലോക്കൽ ഫണ്ട് അക്കൗണ്ടുകളുടെ ഡയറക്ടർ എന്നോ ചീഫ് സൂപ്രണ്ട് എന്നോ എക്സാമിനർ എന്നൊക്കെ പറയും. ലോക്കൽ ഫണ്ട് അക്കൗണ്ടുകളുടെ ഇവിടെ എക്സാമിനർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എക്സാമിനർ ഓഫ് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്. അടുത്ത ചോദ്യം, വാർഷിക ഇൻഡന്റുകൾ തയ്യാറാക്കുന്നതിലുള്ള അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. വാർഷിക ഇൻഡന്റുകൾ, ഈ വാർഷിക ഇൻഡന്റുകളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉത്തരവൊന്നും
മുൻ വർഷത്തെ ഓരോ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡന്റുകൾ തയ്യാറാക്കും. വരുന്ന വർഷത്തേക്ക് പർച്ചേസ് നടത്താൻ വേണ്ടി എത്ര 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 സാധനങ്ങൾ വേണം എന്ന് ഇൻഡന്റ് തയ്യാറാക്കും. അറിയാലോ, അതിന് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്കൂളിൽ പുസ്തകങ്ങൾ വേണമെങ്കിൽ പുസ്തകത്തിന്റെ ഇൻഡന്റ് കൊടുക്കണം മുൻകൂറായിട്ട്. അപ്പം നമ്മളെങ്ങനെയാ, കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ ഓരോ ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിലൊക്കെ എത്ര കുട്ടികളുണ്ട്, ഇങ്ങനൊക്കെ നോക്കിയിട്ടാണ് ഇൻഡന്റ് നമ്മൾ കൊടുക്കുക. അല്ലാണ്ട് കുട്ടികൾ ചേർന്നതിന് ശേഷം ഇത്ര കുട്ടികളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇൻഡന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മുൻകൂർ കൊടുക്കും. ചിലപ്പോൾ കുറച്ച് പുസ്തകം തികയാതെ വരും, ചിലപ്പോൾ കുറച്ച് പുസ്തകം അധികം വരും. അപ്പൊ ഇവിടെ നമ്മൾ ഇതിൽ എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന്, പുസ്തകത്തിന്റെ അല്ല, മൊത്തത്തിൽ ഒരു സ്റ്റോർ പർച്ചേസിൽ, അതാണ് സ്റ്റോർ പർച്ചേസിൽ ഇൻഡന്റുകൾ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്. ഇവിടെ മുൻ വർഷത്തെ ഉപഭോഗം കണക്കിലെടുക്കുമ്പോൾ എന്നൊരു ഉത്തരവുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഇനത്തിന്റെ ശരാശരി ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുമുണ്ട്. ഇവയൊന്നുമല്ല എന്നുണ്ട്. ആൻസർ ഇവയൊന്നുമല്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഇൻഡന്റ് നൽകുന്ന കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാ 3 വർഷത്തെയോ 5 വർഷത്തെയോ ഉപഭോഗത്തെ ശരാശരി ഉപഭോഗത്തോട് താരതമ്യപ്പെടുത്തി ആവശ്യമായ കൂട്ടിച്ചേർക്കലോ കുറയ്ക്കലോ ഒക്കെ നടത്തിയാണ് ഇൻഡന്റ് തയ്യാറാക്കുന്നത്. അപ്പൊ 3 വർഷത്തെയോ 5 വർഷത്തെയോ ഉപയോഗത്തിന്റെ അതേ ശരാശരി ഉപഭോഗത്തോട് താരതമ്യപ്പെടുത്തിയിട്ട് പിന്നെ ആവശ്യമായ കൂട്ടലോ കുറയ്ക്കലോ ഒക്കെ നടത്തിയിട്ടാണ് ഇൻഡന്റ് തയ്യാറാക്കുന്നത് എന്നാണ് ശരിയായ ആൻസർ. അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവയൊന്നുമല്ല എന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരെണ്ണം പബ്ലിക് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പൊ പബ്ലിക് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന, നമ്മൾ പബ്ലിക് അക്കൗണ്ടിലെ കാര്യങ്ങൾ നോക്കാം. പബ്ലിക് അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന പ്രധാന ഇനം സാധാരണയായിട്ട് സ്മോൾ സേവിങ്സ്, അതിവിടെ ഉണ്ടോ? ഉണ്ട്, അത് പബ്ലിക് അക്കൗണ്ടിൽ വരുന്നതാണ്. പ്രോവിഡന്റ് ഫണ്ട് പബ്ലിക് അക്കൗണ്ടിൽ വരുന്നതാണ്. പ്രോവിഡന്റ് ഫണ്ട് അതിവിടെ വന്നിട്ടില്ല. പ്രോവിഡന്റ് ഫണ്ട്, ചെറുകിട നിക്ഷേപങ്ങൾ, സമ്പാദ്യങ്ങൾ, സ്മോൾ സേവിങ്സ്, പ്രോവിഡന്റ് ഫണ്ട്, ഡിപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസസ്, നിക്ഷേപങ്ങളും അഡ്വാൻസ് ഇവിടെ വന്നു. പിന്നെ റിസർവ് ഫണ്ട് അഥവാ ക്യാഷ് ബാലൻസ് എന്നിവയൊക്കെ എന്താണ്, പബ്ലിക് അക്കൗണ്ടിൽ പെടുന്നതാണ്. എന്നാൽ പൊതുകടം, പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരുന്നതാണ്. ഓർമ്മിച്ചിരിക്കുക, പൊതുകടം പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ അതാണ്, പബ്ലിക് ഡെപ്റ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, പബ്ലിക് അക്കൗണ്ടിൽ വരാത്തത് ഏതാണെന്നാ ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 205 പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 205 പ്രകാരം ഈ വർഷത്തെ ബജറ്റിൽ ആലോചിക്കാത്തതും അതിനായി ഒരു അനുബന്ധ ചെലവ് കണക്ക് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതുമായ ചെലവിനെ വിളിക്കുന്നത് എന്താണ്? അപ്പോൾ സാധാരണ ബജറ്റിൽ വെക്കാത്തതാണ്, ബജറ്റിൽ വരാത്തതാണ്. എന്നാൽ ഒരു സപ്ലിമെന്ററി കണക്ക് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യണം. അതിനെയാണ് നമ്മൾ ഗ്രാന്റുകൾക്കായിട്ടുള്ള സപ്ലിമെന്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, സപ്ലിമെന്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, അല്ലെങ്കിൽ ഗ്രാന്റുകൾക്കായിട്ടുള്ള സപ്ലിമെന്ററി ഡിമാൻഡാണ് നമ്മൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന അതിനെ വിളിക്കുന്നത്. അടുത്ത ചോദ്യം, രഹസ്യ സേവന ചെലവുകളുടെ ഓഡിറ്റ് നടത്തുന്നത് ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് രഹസ്യ സേവന ചെലവ്, സീക്രട്ട് സർവീസ് എക്സ്പെൻസ്. സീക്രട്ട് സർവീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് സീക്രട്ട് സർവീസ് എക്സ്പെൻസ് ഉണ്ട്. എക്സാമിനേഷൻ നടത്തുന്ന ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് സീക്രട്ട് സർവീസ് എക്സ്പെൻസ് ഉണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർമാർക്ക് ഈ സീക്രട്ട്, അതായത് എന്തെങ്കിലും രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ടത, റെയ്ഡ് നടത്തേണ്ട സംഭവങ്ങൾക്ക് വേണ്ടി സീക്രട്ട് സർവീസ് എക്സ്പെൻസ് ആയിട്ട് ചില ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അത് ഓഡിറ്റ് നടത്തുന്നത് ആരെയാണെന്ന്. സംഭവത്തിൽ എന്താന്ന് വെച്ചാൽ ഈ ഓഡിറ്റ് അതോറിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകാത്ത ഒന്നാണ് സീക്രട്ട് സർവീസ് എക്സ്പെൻസ്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക. സീക്രട്ട് സർവീസ് എക്സ്പെൻസിന് ഓഡിറ്റ് തൽക്കാലം അത് ഓഡിറ്റ് അതോറിറ്റിയുടെ ഓഡിറ്റ് ഇല്ല. ഓഡിറ്റ് ഇല്ലാത്ത ഒരു എക്സ്പെൻസ് ആണ് സീക്രട്ട് സർവീസ് എക്സ്പെൻസ് എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം, വാണിംഗ് ഷിപ്പ് പുറപ്പെടുവിക്കുന്ന ആരാണ്? വാണിംഗ് ഷിപ്പ് പുറപ്പെടുവിക്കുന്നത് ശരിക്കും അക്കൗണ്ടന്റ് ജനറലാണ് വാണിംഗ് ഷിപ്പ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ വാണിംഗ് ഷിപ്പ് എന്നും പറയാറുണ്ട്, വാണിംഗ് സ്ലിപ്പ് എന്നും പറയാറുണ്ട്. രണ്ടും ശരിയാണ്. ഇപ്പൊ ഇവിടെ വാണിംഗ് ഷിപ്പ് എന്ന് ഉപയോഗിച്ചത് തെറ്റല്ലേ എന്നൊരു സംശയം വേണ്ട. വാണിംഗ് ഷിപ്പ് എന്നും വാണിംഗ് സ്ലിപ്പ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. സർക്കാർ ഓഫീസുകളിലെ അക്കൗണ്ടിലോ ഓഡിറ്റ് റിപ്പോർട്ടുകളിലോ കാണുന്ന കാര്യമായ ക്രമക്കേടുകൾ, അനാവശ്യ ചെലവുകൾ, ഫണ്ട് നഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക ചട്ടങ്ങളുടെ ലംഘനം ഇവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്കൗണ്ടന്റ് ജനറൽ നൽകുന്ന മുന്നറിയിപ്പുകളെയാണ് നമ്മൾ വാണിംഗ് സ്ലിപ്പ് അല്ലെങ്കിൽ വാണിംഗ് ഷിപ്പ് എന്ന് പറയുന്നത്. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതിന്റെ ഈ വാണിംഗ് ഷിപ്പ് പുറപ്പെടുവിക്കാനുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ജനറലാണ്. അതിപ്പോ സാധാരണഗതിയിൽ ഇതിന്റെ ഗവൺമെന്റ് ചെലവുകൾ സുതാര്യമാകാനും നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വാണിംഗ് സ്ലിപ്പുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതിന്റെ ചുമതല അക്കൗണ്ടന്റ് ജനറലാണ്. അടുത്ത ചോദ്യം, സ്റ്റോറുകൾക്കായുള്ള വ്യവസ്ഥ താഴെ പറയുന്നവയെ അടിസ്ഥാനമാക്കി പ്രവർത്തനം. ദ പ്രൊവിഷൻ ഫോർ സ്റ്റോഴ്സ് ഷുഡ് ബി വർക്ക്ഡ് ഔട്ട് ബേസ്ഡ് ഓൺ. നോക്കണേ, പാസ്റ്റ് കൺസപ്ഷൻ, മുൻകാല ഉപഭോഗം എത്രയുണ്ട്, പ്രതീക്ഷിക്കുന്ന വ്യതിയാനം എത്രയുണ്ട്, കയ്യിലുള്ള സ്റ്റോക്ക് എത്രയുണ്ട്. ഈ മുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയോ ഒക്കെ ചെയ്യേണ്ടത്. സ്റ്റോക്കിന് ഇൻഡന്റ് കൊടുക്കേണ്ടത് അങ്ങനെയാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ എത്ര ഉപയോഗം നടത്തിയിട്ടുണ്ട്, പിന്നെ അതിൽ നിന്ന് എത്ര വ്യതിയാനം ഈ വർഷം വരാൻ സാധ്യതയുണ്ട്, പിന്നെയുള്ളത് പറഞ്ഞിരിക്കുന്ന നിലവിൽ ഇവിടെ എത്ര സ്റ്റോക്ക് ഉണ്ട്, അത് കഴിച്ച് ബാക്കി വാങ്ങിയാൽ മതിയല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്റ്റോറ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം, സജ്ജീകരിച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡാഷ് രൂപത്തിലാണെങ്കിൽ സെക്യൂരിറ്റി ബോണ്ടിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ബോണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ബോണ്ട്, കെട്ടിടങ്ങളിൽ നമ്മൾ പിന്നെ സെക്യൂരിറ്റി ആയിട്ട് ഇപ്പോൾ ഒരു ഗവൺമെന്റിൽ നിന്നോ മറ്റു വകുപ്പുകളിൽ നിന്നോ ലഭിക്കുന്ന ഒരു കരാറിന് അല്ലെങ്കിൽ അഡ്വാൻസിന് സെക്യൂരിറ്റി ആയിട്ട് ഒരു വസ്തു നൽകുകയാണ്. നമ്മളൊരു കരാർ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ലോൺ തരുന്നു. അതിനായിട്ട് ഗവൺമെന്റിന് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വസ്തുക്കൾ അത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ആ സെക്യൂരിറ്റിയായി നൽകുന്ന വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇതിലുള്ള അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ സെക്യൂരിറ്റി ആയി കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥലം, ഭൂമി, കെട്ടിടങ്ങൾ, അതൊക്കെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അത് നൽകിയാണെങ്കിൽ നിയമപ്രകാരം അത് രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. ഈ സെക്യൂരിറ്റി ബോണ്ടിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പൊ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ബോണ്ടായിട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ, ഒരു ലോണിന് അല്ലെങ്കിൽ ഒരു കരാറിന് ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, സ്ഥലങ്ങളോ കെട്ടിടങ്ങളോ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാലും മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പൊ കടപ്പത്രം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം, ഷെയർ സർട്ടിഫിക്കറ്റ്, ദേശീയ സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ കൊടുത്താൽ അതൊക്കെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ല, മൂവബിൾ ആണ്. അത് പ്രശ്നമില്ല, അവർക്ക് രജിസ്ട്രേഷന്റെ ആവശ്യമില്ലല്ലോ. അതേസമയം ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് കൊടുക്കുന്നതെങ്കിൽ അത് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അടുത്ത ചോദ്യം, ഇനി മറ്റൊരു വകുപ്പിന് വേണ്ടി, ഗവൺമെന്റിന് വേണ്ടി തന്റെ വകുപ്പ് ഒരു ജോലി ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അതിന് ചാർജ് നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാരിൽ നിന്ന് കൃത്യമായ റൂളിംഗ് ലഭിക്കാത്തതിന് ആരാണ് ഉത്തരവാദി? Who is responsible for seeing that no work is done by the department or another government without obtaining a definite ruling from the government as to whether charge should be made for it or not? അതായത് ഒരു സർക്കാർ വകുപ്പ്, എൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, ഒരു സർക്കാർ വകുപ്പ് മറ്റൊരു സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ മറ്റ് സംസ്ഥാന സർക്കാരുകൾക്കോ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിക്കോ വേണ്ടിയിട്ട് ഔദ്യോഗികമായ പ്രവർത്തികളോ സേവനങ്ങളോ ചെയ്യുമ്പോൾ
അതിന് ഫീസോ ചാർജോ ഈടാക്കണോ അതോ സൗജന്യമായി ചെയ്യേണ്ടതാണോ എന്ന് സർക്കാർ തലത്തിൽ നിന്ന് വ്യക്തമായ ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ വകുപ്പിന്റെ മേധാവിയാണ്. അതാണ് ഇവിടെ ആൻസർ. ആ വകുപ്പ് മേധാവിയാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയും വേണമെങ്കിൽ ഉദാഹരണങ്ങൾ പറയാം നമുക്ക്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം ഒരു കെട്ടിടം നിർമ്മിച്ചു നൽകുന്നു. ഈ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള തുക കേന്ദ്ര ഗവൺമെന്റിന് ഈടാക്കണോ അതോ സൗജന്യമായി ചെയ്തു കൊടുക്കേണ്ടതാണോ എന്ന് സർക്കാർ ഉത്തരവിലൂടെ മുൻകൂട്ടി തീർപ്പ് കൽപ്പിച്ചിരിക്കണം. അത് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് വാങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വകുപ്പ് മേധാവിക്കാണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനാണ്. അതാണ് ഇവിടെ ചോദ്യം. ഓക്കെ. ഓരോ വർഷവും സർക്കാരിൽ നിന്ന് ലൈബ്രറിക്ക് ലഭിക്കുന്ന ഗ്രാന്റിന്റെ എത്ര ശതമാനം പുസ്തകങ്ങൾ വാങ്ങണം? നിങ്ങൾ ഓർമ്മിച്ച് നോക്കേണ്ട സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണിത്. ഓർമ്മിച്ച് നോക്കേണ്ട കാര്യം, ലൈബ്രറിക്ക് ഒരു ഗ്രാന്റ് വന്നാൽ 75% പുസ്തകം വാങ്ങണം, നിർബന്ധമാണ്. ലൈബ്രറിക്ക് ഗ്രാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 75% പുസ്തകം വാങ്ങേണ്ടതാണ്. അടുത്ത ചോദ്യം, അത് എത്ര ശതമാനമാണെന്ന് ചോദ്യം. ഒരു സിവിൽ പെൻഷനറുടെ മരണവിവരം ലഭിച്ചാൽ വിതരണം ചെയ്യുന്ന ഓഫീസർ ഉടൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അത് അക്കൗണ്ടന്റ് ജനറലാണ്. ഒരു സിവിൽ പെൻഷനർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പെൻഷൻ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് അക്കൗണ്ടന്റ് ജനറലിനാണ്. അടുത്ത ചോദ്യം, ലോക്കൽ ഫണ്ടിൽ ഉൾപ്പെടാത്ത ഇനം തിരിച്ചറിയാം. ലോക്കൽ ഫണ്ടിൽ ഇപ്പൊ ലൈബ്രറി ഫണ്ട്, ജില്ലാ ഫണ്ട്, മാർക്കറ്റ് കമ്മിറ്റി ഫണ്ട്, ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടോ അതത് പ്രാദേശിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ലോക്കൽ ഫണ്ടുകളുടെ പരിധിയിൽ വരുന്നവയാണ്. ഇപ്പൊ ഇവിടെ പിന്നെ ഉത്തരം സിങ്കിങ് ഫണ്ട് എന്നാണ്. ഈ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള കടങ്ങൾ അല്ലെങ്കിൽ വായ്പകൾ തിരിച്ചു അടയ്ക്കുന്നതിനായിട്ട് മാറ്റിവെക്കുന്ന തുകയുമായി ബന്ധപ്പെട്ടതാണ് സിങ്കിങ് ഫണ്ട്. അപ്പൊ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. അതായത് നമ്മളിപ്പോൾ സർക്കാർ ഒരു 100 കോടി രൂപ കടമായിട്ടെടുത്തു 10 വർഷത്തേക്ക്. 10 വർഷം കഴിയുമ്പോഴും ആ 100 കോടി അടച്ചാൽ മതി, ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് സർക്കാർ എടുത്താണെന്ന് നോക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10 വർഷത്തേക്ക് വേണ്ടിയിട്ട് 10 വർഷം കഴിയുമ്പോൾ 100 കോടി രൂപ ഒരുമിച്ച് കൊടുക്കലൊന്നും നടക്കില്ല. അപ്പൊ സർക്കാർ ഒരു സിങ്കിങ് ഫണ്ട് ഒരു സ്ഥാപനത്തിൽ എവിടെങ്കിലും ഫോം ചെയ്യുന്നു, സിങ്കിങ് ഫണ്ട് രൂപപ്പെടുത്തും. അതിലേക്ക് ഒരു 8 കോടി അല്ലെ 7 കോടി രൂപ വീതം അല്ലെ 8 കോടി രൂപ വീതം ഒരു വർഷം അതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പലിശ എല്ലാം കൂടെ കൂട്ടിയാൽ 100 കോടി രൂപ അടയ്ക്കാനുണ്ടാവും. അത്തരത്തിലുള്ള ഒരു ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ക്യാഷ് പേയ്മെന്റിന് എവരി ഓർഡർ സാങ്ഷനിങ് എ ഗ്രാന്റ് ഓഫ് ലാൻഡ് ഓർ alienation of land revenue other than an assignment of land which is treated as cash payment should be communicated to എന്നാണ്. അപ്പോൾ സർക്കാർ വരവ് ചെലവുകളുടെ ഓഡിറ്റ് കണക്കുകളും ഭൂമി പതിച്ചു നൽകുകയോ ഭൂവരുമാനം അന്യാധീനപ്പെടുത്തുകയോ ചെയ്യുമ്പോഴുള്ള ഉത്തരവുകൾ സർക്കാരിന്റെ ആസ്തികളെയും വരുമാനത്തെയും ബാധിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളാണ്. അതുകൊണ്ട് ക്യാഷ് പേയ്മെന്റിനായി കണക്കാക്കുന്ന അസൈൻമെന്റുകൾ ഒഴികെയുള്ള ഇത്തരം എല്ലാ ഭൂമി കൈമാറ്റ ഉത്തരവുകളും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഉൾപ്പെടുത്താനും കൃത്യമായ ഓഡിറ്റ് പരിശോധനകൾ ഉറപ്പുവരുത്താനും ആരെ അറിയിക്കണം? ഇതൊക്കെ അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കേണ്ടതാണ്. ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ എന്നാണ്. അടുത്ത ചോദ്യം, ഗവർണറെ പ്രതിനിധീകരിച്ച് കരാറിൽ ഏർപ്പെടാൻ അധികാരമുള്ള അധികാരികൾ ഏതിൽ വ്യക്തമാക്കിയിരിക്കുന്നു? നമ്മൾ മനസ്സിലാണ്, ഈ കരാറെല്ലാം ഏർപ്പെടുന്നത് ഗവർണറുടെ നാമത്തിലാണ്. പക്ഷേ ഈ ഗവർണറെ പ്രതിനിധീകരിച്ച് കരാറിൽ ഏർപ്പെടാൻ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പ്രത്യേക അധികാരികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ അധികാരികൾ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ബുക്ക് ഓഫ് ഫിനാൻഷ്യൽ പവേഴ്സ്, സാമ്പത്തിക അധികാരങ്ങളുടെ പുസ്തകം. ബുക്ക് ഓഫ് ഫിനാൻഷ്യൽ പവേഴ്സ് എന്ന് പറയുന്ന ബുക്കിൽ ആർക്കൊക്കെ ഈ കരാറിൽ ഏർപ്പെടാൻ അധികാരമുണ്ട്, കേരളത്തിലെ ഏറ്റവും ഉയർന്ന അധികാരികൾ ആർക്കൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ബുക്ക് ഓഫ് ഫിനാൻഷ്യൽ പവേഴ്സ് എന്ന ബുക്കിലാണ് അതുള്ളത്. അടുത്ത ചോദ്യം, എല്ലാ കരാറുകളും
All contracts should be in the form of a written agreements expressed to made by the dash and signed by the committee concerned. എല്ലാ കരാറുകളും ആരുടെ പേരിലായിരിക്കണം? ശരിക്കും ഗവർണറുടെ പേരിലായിരിക്കണം എല്ലാ കരാറുകളും. ഓർമ്മിച്ചു വെക്കണേ, ഏത് കരാറുണ്ടായാലും സംസ്ഥാനത്തിന്റെ ഗവർണറുടെ പേരിലായിരിക്കും ആ കരാറ്, സംസ്ഥാനത്തെ കരാറുകളൊക്കെ. അടുത്ത ചോദ്യം, കണ്ടിജൻസി ഫണ്ട് ആരുടെ നിയന്ത്രണത്തിലാണ്? കണ്ടിജൻസി ഫണ്ട് ഗവർണറുടെ നിയന്ത്രണത്തിലാണ്, അല്ലേ? നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ആകസ്മിക ഫണ്ടാണ്, നിധിയാണ്. എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് വന്നു, നമുക്ക് പണം ആവശ്യമായി വന്നു കഴിഞ്ഞാൽ നിയമസഭ കൂടിച്ചേർന്ന് പാസ്സാക്കിയിട്ട് ഫണ്ട് കിട്ടൽ നടക്കില്ല. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യണം? കണ്ടിജൻസി ഫണ്ടിൽ നിന്നെടുത്ത് ഉപയോഗിക്കണം. അത് തരുന്നത് ആരാ? അതിന്റെ അധികാരി ആരാ? ഗവർണറാണ്. ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ആ ഫണ്ട് നമ്മൾ നിയമസഭ പാസ്സാക്കിയതിന് ശേഷം തിരിച്ച് ആ കണ്ടിജൻസി ഫണ്ടിലേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പ്രാദേശിക പരിശോധനയുടെ 86ാമത്തെ ചോദ്യമാണ്. അപ്പോ പരിശോധനയുടെ ഐഡന്റിഫൈ ദ വൺ വിച്ച് ഈസ് വാട്ട് വിൽ ബി ദ ഇഷ്യൂഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ലോക്കൽ ഇൻസ്പെക്ഷൻ. അതായത് ലോക്കൽ ഇൻസ്പെക്ഷൻ, പ്രാദേശിക പരിശോധനയുടെ സമയത്ത് ഓഡിറ്റ് സ്റ്റാഫ് പുറപ്പെടുവിക്കുന്നത് എന്താണ്? ആ ഓഡിറ്റ് സ്റ്റാഫ് പുറപ്പെടുവിക്കുന്നത് മെമ്മോയാണ്. മെമ്മോകൾ എന്നാണ് ഇവിടെ ആൻസർ. കാരണം അതെന്താണെന്ന് വെച്ചാൽ, ഒരു സർക്കാർ ഓഫീസിലോ സ്ഥാപനത്തിലെ ഈ പരിശോധന ഓഡിറ്റ് നടത്തുമ്പോൾ കണക്കുകളിലെ വ്യതിയാനങ്ങൾ, രേഖകളുടെ കുറവുകൾ, അല്ലെങ്കിൽ വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓഡിറ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന ഔദ്യോഗിക കുറിപ്പുകളെയാണ് നമ്മൾ മെമ്മോസ് എന്ന് പറയുന്നത്. അത് പരിശോധനാ വേളകളിൽ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും മറുപടി നൽകുന്നതിനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള മെമ്മോകൾ അവർ പുറപ്പെടുവിക്കാറുണ്ട്. അടുത്ത ചോദ്യം, സിവിൽ അഡ്വാൻസുകളിൽ ഉൾപ്പെടാത്ത ഒന്ന് തിരിച്ചറിയുക. സിവിൽ അഡ്വാൻസ്, നിങ്ങൾ ഓർക്കണേ, സിവിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാർ ജീവനക്കാർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ വ്യക്തിഗത ആവശ്യങ്ങൾക്കോ നൽകുന്ന മുൻകൂർ തുക ആണ് സിവിൽ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക് നിങ്ങൾ, അഡ്വാൻസ് ഓൺ ട്രാൻസ്ഫർ, സ്ഥലം മാറ്റം ലഭിക്കുമ്പോൾ അഡ്വാൻസ് നൽകാറുണ്ട്. അത് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നതാണ്. സോ അതൊരു സിവിൽ അഡ്വാൻസ് ആണ്. മെഡിക്കൽ അഡ്വാൻസ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുക, അതും സിവിൽ അഡ്വാൻസ് ആണ്. കൊതുകുവല, മോസ്കിറ്റോ അഡ്വാൻസ്, അതും സിവിൽ അഡ്വാൻസ് ആണ്. ഇതൊക്കെ ഈ ഞാനിപ്പം പറഞ്ഞ മൂന്നും സർക്കാർ ജീവനക്കാർക്ക് മുൻകൂർ കൊടുക്കുന്ന തുകകളാണ്. അതുകൊണ്ട് ഇതെല്ലാം സിവിൽ അഡ്വാൻസ് ആണ്. എന്നാൽ അതിർത്തി നിർണയിക്കുന്നതിന് ആവശ്യമുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ, അഥവാ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതിർത്തി, അഡ്വാൻസ് ഫോർ ഡിമാർക്കേഷൻ പർപ്പസ്, അതിനു വേണ്ടിയിട്ടുള്ള അതിർത്തി നിർണയിക്കുന്നതിനുള്ള അഡ്വാൻസ്. അത് സാധാരണയായിട്ട് ആ അഡ്വാൻസ് ആർക്കാ കൊടുക്കുന്നത്? റവന്യൂ സർവേ നടപടികൾക്കും മറ്റും പൊതുജനങ്ങൾ അടയ്ക്കുന്ന തുകയുമായോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു വിഭാഗങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന സിവിൽ അഡ്വാൻസിൽ വരുന്നതല്ല. എന്ത്? അഡ്വാൻസ് ഫോർ ഡിമാർക്കേഷൻ പർപ്പസ്. ഓക്കെ, അടുത്ത ചോദ്യം, വരുമാനത്തിന്റെ ക്ലെയിമുകൾ, നികുതി നിയമങ്ങൾ നൽകുന്ന സേവനങ്ങൾ, ഭൂവരുമാനം മുതലായവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് വീണ്ടെടുക്കുന്നതിൽ എല്ലാ വഴികളും തീർപ്പാക്കാതെ ഉപേക്ഷിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ദ അബാൻഡ്മെന്റ് ഓഫ് ക്ലെയിംസ്, ഉപേക്ഷിക്കുകയാണ്. ഓഫ് റവന്യൂ വിത്തൗട്ട് എക്സോസിങ് ഓൾ അവന്യൂസ് ഓഫ് റിക്കവറി ഈസ് നോൺ ആസ്, അതിനാണ് നമ്മൾ റവന്യൂ റെമിഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ സാധാരണഗതിയിൽ റവന്യൂ റെമിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അറിയണം. അതായത് നികുതി നിയമങ്ങൾ, പിന്നെ നൽകിയ സേവനങ്ങൾ, ഭൂവരുമാനം തുടങ്ങിയവയിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട തുക പിരിച്ചെടുക്കുന്നതിലെ എല്ലാ വഴികളും പൂർണ്ണമായി പരിശോധിക്കുന്നതിനോ തീർപ്പാക്കുന്നതിനോ മുമ്പ് ആ തുക ഒഴിവാക്കി നൽകുന്നതിനെയാണ് നമ്മൾ റവന്യൂ റെമിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാർഷിക നികുതിയോ അല്ലെങ്കിൽ ഭൂനികുതിയോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ കേരളത്തിൽ കനത്ത മഴയോ വെള്ളപ്പൊക്കമോ ഒക്കെ കാരണം കൃഷിനാശം സംഭവിച്ച കർഷകരിൽ നിന്ന് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതികൾ
ഈടാക്കാൻ സാധിക്കാത്ത സാഹചര്യം വരുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ തുക പിരിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ആ വർഷത്തെ നികുതി പൂർണ്ണമായിട്ടോ അല്ലെ ഭാഗികമായിട്ടോ ഒഴിവാക്കാൻ വേണ്ടി പറയും, ഉത്തരവിടുന്നു. ഇതിനെയാണ് നമ്മൾ റവന്യൂ റെമിഷൻ എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വെക്കണേ, റവന്യൂ റെമിഷൻ. അപ്പൊ അതിൽ നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നില്ല. ഈ നികുതി പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാതെ, വീണ്ടെടുക്കുന്നതിലെ എല്ലാ വഴികളും തീർപ്പാക്കാതെ ഒഴിവാക്കണം. നമ്മളത് മുൻകൂട്ടി കാണുകയാണ്. ഈ വെള്ളപ്പൊക്കവും ഇതൊക്കെ വന്നപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വേണമെങ്കിൽ ബലമായിട്ട് നോട്ടീസൊക്കെ അയച്ച് അവിടെ നിന്ന് നികുതി പിടിച്ചെടുക്കാം. പക്ഷെ അത് ചെയ്യാതെ തന്നെ ഉപേക്ഷിക്കണം. അതിനാണ് നമ്മൾ റവന്യൂ റെമിഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ റവന്യൂ റെമിഷൻ. പിന്നെ മറ്റൊരു വാക്കുണ്ട്, വേവർ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ ഒഴിവാക്കുക. ഈ റവന്യൂ റെമിഷനും റവന്യൂ ഒഴിവാക്കലും രണ്ടാണ്. ആ റവന്യൂ ഒഴിവാക്കൽ അഥവാ വേവർ ഓഫ് റവന്യൂ, അത് വരുമ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണം ഒന്നുകൂടി പറയാം. അടുത്ത ചോദ്യം, വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരുടെ സംയുക്ത അപേക്ഷ അനുവദിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഇപ്പൊ നമ്മൾ രണ്ടു പേര്, ഭാര്യയും ഭർത്താവും കൂടി ഒരു സംയുക്ത അപേക്ഷ നൽകി, എന്തിനെങ്കിലും ആട്ടെ, വീട് വെക്കാനാവാം അല്ലെ കാർ മേടിക്കാൻ, എന്തോ ആട്ടെ. അപ്പോൾ എന്നാൽ ഈ ഭാര്യയും ഭർത്താവും ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, വിവിധ വകുപ്പിൽ സേവനം അനുഷ്ഠിക്കുന്ന ജീവനക്കാർ, സംയുക്ത അപേക്ഷ. അപ്പോൾ അങ്ങനെ ഒരു സംയുക്ത അപേക്ഷ ഒരു വകുപ്പിലെ ജീവനക്കാരനാണെങ്കിൽ ആ വകുപ്പ് മേധാവിക്ക് അനുവദിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് അനുവദിക്കാം നമുക്ക് പറയാം. മറ്റേ വകുപ്പിൽ വെക്കുന്ന ജോലി ചെയ്യുന്ന ഭാര്യയുടെ അപേക്ഷയാണെങ്കിൽ ആ വകുപ്പിന്റെ തലവന് അനുവദിക്കാം, അല്ലെങ്കിൽ അത് ത്രൂ ആ വഴി ഗവൺമെന്റിന് പോട്ടെ എന്ന് പറയും. ഇതങ്ങനെയല്ല. രണ്ട് വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും രണ്ടുപേര് സംയുക്തമായിട്ടൊരു അപേക്ഷ കൊടുക്കുക. അത് ആരാണ് അത് പാസ്സാക്കാനുള്ള അധികാരം ആർക്കാണ്? അത് ഗവൺമെന്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഗവൺമെന്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിക്കും. അടുത്ത ചോദ്യം, 60ാമത്തെ ചോദ്യം. സർക്കാരും പ്രസ്തുത ദേവസ്വവും ഏർപ്പെടുത്തിയിട്ടുള്ള ഉടമ്പടികളുടെ വ്യവസ്ഥകൾക്കനുസൃതമായി സർക്കാർ ചെങ്ങമനാട് ദേവസ്വത്തിന് പ്രതിവർഷം എത്ര തുകയാണ് അടയ്ക്കേണ്ടത്? ഇത് പല ദേവസ്വമായിട്ടും പിന്നെ അതേപോലെ രാജഭരണ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് സർക്കാർ വിവിധ കാര്യങ്ങളിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ വർഷവും നിശ്ചിത തുക പെൻഷനായിട്ടോ അതിൻ്റെ നഷ്ടപരിഹാരം ഒക്കെ ആയിട്ട് ഇത്ര തുക അടച്ചോളാം എന്നൊരു കരാറ് പണ്ടുകാലം മുതലേ ഉള്ളതാണ്. അതിൽ ചെങ്ങമനാട് ദേവസ്വത്തിന് ഒരു വർഷം എത്ര തുകയാണ് അടയ്ക്കേണ്ടതെന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അത് 982 രൂപ 45 പൈസയാണ്. അടുത്ത ചോദ്യം, ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ ബോഡി അല്ലെങ്കിൽ സ്വകാര്യ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഡാഷ് വീണ്ടെടുക്കപ്പെടും. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? അപ്പോൾ നമ്മൾ ഒരു വർക്ക്, അപ്പൊ അതിന്റെ ആൻസർ സെന്റേജ് ചാർജ് ആണ്. ഇഫ് എ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് വർക്ക്സ് ഫോർ അനദർ ഗവൺമെന്റ് ഓർ ലോക്കൽ ബോഡി ഓർ പ്രൈവറ്റ് പാർട്ടി, ഇവരാർക്കെങ്കിലും വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വേണ്ടിയോ അല്ലെ ഒരു ലോക്കൽ ബോഡിക്ക് വേണ്ടിയോ ഒരു മറ്റൊരു ഗവൺമെന്റിന് വേണ്ടിയോ ഒരു പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആ പ്രവൃത്തിയുടെ മേൽനോട്ടത്തിനും നിർവഹണത്തിനുമായിട്ട് യഥാർത്ഥ നിർമ്മാണ ചെലവിന് പുറമെ ഒരു നിശ്ചിത ശതമാനം തുക അധികമായിട്ട് ഈടാക്കാറുണ്ട്. അതിനാണ് നമ്മൾ സെന്റേജ് ചാർജ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? യഥാർത്ഥ നിർമ്മാണ ചെലവിന് പുറമെ ഒരു നിശ്ചിത ശതമാനം തുക അധികമായിട്ട് ഈടാക്കുന്നതിനാണ് നമ്മൾ സെന്റേജ് ചാർജ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായി സെന്റേജ് ചാർജ് ഈടാക്കുന്നത്? ശരിക്കും ആ പ്രവൃത്തിയുടെ മേൽനോട്ടത്തിനും നിർവഹണത്തിനുമായിട്ടുള്ള ഒരു ചാർജ് ആയിട്ടാണ് ഈ സെന്റേജ് ചാർജ് നമ്മൾ ഈടാക്കുന്നത്. അടുത്ത ചോദ്യം, റെയിൽവേ വാറന്റുമായി ബന്ധപ്പെട്ട് ഫോമുകളുടെ ഒരു പുസ്തകം ലഭിക്കുമ്പോൾ അത് പരിശോധിക്കുന്നതിനും അത് എല്ലാ അർത്ഥത്തിലും തികഞ്ഞതാണെന്ന് സ്വയം തൃപ്തിപ്പെടുന്നതിനും ആര് ഉത്തരവാദിയാണ്? അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, റെയിൽവേ വാറന്റ് എപ്പോഴും പോലീസുമായി ബന്ധപ്പെട്ടാന്ന് നമുക്കറിയാം. അപ്പോൾ റെയിൽവേ പോലീസുകൾക്ക് കേസന്വേഷണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും യാത്ര ചെയ്യാൻ വേണ്ടി റെയിൽവേ വാറന്റുകൾ ഉപയോഗിക്കാറുണ്ട്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് കിട്ടുന്നത്.
അപ്പോൾ ഒരു വാറന്റുകളുമായി ബന്ധപ്പെട്ട ഒരു ഫോമിന്റെ ഒരു പുസ്തകം ലഭിച്ചാൽ അത് ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഓഫീസർ ഇൻചാർജാണ്. ഇവിടെ സബ് ഇൻസ്പെക്ടർ ബാർ ഓഫീസർ ഇൻചാർജ് എന്നാണ്. അപ്പൊ നമുക്കറിയാം മുൻകാലങ്ങളിൽ ഈ ഒരു സ്റ്റേഷന്റെ ചുമതല സബ് ഇൻസ്പെക്ടർക്കായിരുന്നു. ഈ ഇടക്കാലത്ത് അത് SHO ആയിട്ട് മാറിയിട്ട് SHO പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഇത് സബ് ഇൻസ്പെക്ടറായിട്ട് മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആരാണോ ആ സ്റ്റേഷന്റെ ചുമതലയുള്ളത് അയാളാണ്. ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് സബ് ഇൻസ്പെക്ടറാണ് ഓർ ഓഫീസർ ഇൻചാർജ് എന്ന് മതി. അപ്പോൾ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് വെരിഫൈ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, സംസ്ഥാന സഹകരണ യൂണിയന് സഹായധനം അനുവദിക്കുന്നത് ഗ്രാന്റ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഈസ് സാങ്ഷൻ ബൈ. സംസ്ഥാന സഹകരണ യൂണിയന് സഹായധനം അനുവദിക്കുന്നത് ആരാ? അത് സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാറാണ്. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, സർക്കാർ വകുപ്പുകളിലെ നശിക്കുന്ന സാധനങ്ങൾ ഒഴികെയുള്ള സ്റ്റോറുകളുടെ പരിശോധനയുടെ ആനുകാലികത എത്രയാണ്? അല്ല, അപ്പോൾ സർക്കാർ വാട്ട് ഈസ് ദ പീരിയോഡിസിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റോഴ്സ് അതർ ദാൻ പെരിഷബിൾ ആർട്ടിക്കിൾസ് ഇൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്? നശിച്ചു പോകുന്ന സാധനങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്റ്റോറുകളുടെ വെരിഫിക്കേഷൻ, ഇൻസ്പെക്ഷൻ, അത് എത്ര കാലത്തിനുള്ളിൽ ഇൻസ്പെക്ഷൻ നടക്കണം? വാട്ട് ഈസ് ദ പീരിയോഡിസിറ്റി? അത് എല്ലാ വർഷവും നടത്തണമെന്നാണ് കറക്റ്റ് ആൻസർ. എല്ലാ വർഷവും നടക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോട്ടുകൾ നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ ആരുടെ അനുമതി ആവശ്യമാണ്? ബോട്ടാണ് കേട്ടോ, വെള്ളത്തിലൂടെ പോകുന്ന ബോട്ട്. അപ്പോൾ ബോട്ട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ആരുടെ അനുമതി വേണം? സർക്കാരിൻ്റെ അനുമതി വേണം. ഗവൺമെന്റ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് intended to detect errors for the errors and prevent fraudulent entries. അപ്പോൾ പിശകുകൾ കണ്ടെത്തുന്നതിനും ഇവിടെ താഴെ പറയുന്നവയിൽ ഏതാണ് പിശകുകൾ കണ്ടെത്തുന്നതിനും വഞ്ചനാപരമായ എൻട്രികൾ തടയുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇതിൻ്റെ ആൻസർ ചെക്ക് മെഷർമെന്റ് എന്നാണ്. ഈ ചെക്ക് മെഷർമെന്റ് അതിൽ തന്നെ ഉത്തരവുണ്ട്. ഒറ്റ വാക്കിൽ നിങ്ങൾ പറയണ്ട, ചെക്ക് മെഷർമെന്റ്. അളവുകൾ ചെക്ക് ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. എന്താ അളവുകൾ? ഇപ്പം നമ്മൾ പൊതുമരാമത്ത് വകുപ്പിലോ നമ്മുടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ഒക്കെ നമ്മൾ മെഷർമെന്റ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ജൂനിയർ എഞ്ചിനീയർമാരോ ഓവർസിയർമാരോ ഒക്കെ ഒരു വർക്ക് അളന്ന് മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്തി. അത് തേപ്പ് അളന്നിട്ടുണ്ടാവും, മറ്റു വർക്കുകളൊക്കെ കോൺക്രീറ്റ് അളന്നിട്ടുണ്ടാവും. ഇതെല്ലാം മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്തി. ഈ കണക്കുകൾ അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരോ വീണ്ടും പരിശോധിക്കുന്ന പ്രക്രിയയാണ് ചെക്ക് മെഷർമെന്റ്. ഇപ്പൊ വലിയ തുകയുടെ ബില്ലുകൾ പാസ്സാക്കുന്നതിന് മുമ്പ് പിശകുകൾ കണ്ടെത്താനും കൃത്രിമമോ വഞ്ചനാപരമോ ആയിട്ടുള്ള എൻട്രികൾ തടയാനുമാണ് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് തടയാൻ വേണ്ടി ഇപ്പൊ ഒരു ഭിത്തിയിൽ പിന്നെ സിമെന്റിന്റെ അളവ്, ആ ഭിത്തിയിലെ ഒരു സിമെന്റ് രണ്ട് പിന്നെ ഭിത്തി മാത്രം അളന്നാൽ, ഒരു സാമ്പിൾ അളന്നാൽ അതിന്റെ വിസ്തീർണം ഒരു ഓവർസിയർ അളന്ന് 1000 ചതുരശ്ര മീറ്റർ എന്ന് കണക്കാക്കി മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് അടുത്ത ആൾ നോക്കുമ്പോൾ ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് വേണം ഇതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുക, ആ മെഷർമെന്റ് ശരിയാണോ എന്ന് നേരിട്ട് വന്നിട്ട് പരിശോധിക്കുക. ഏകദേശം മൊത്തം ഒരു ബിൽഡിങ്ങിന്റെ ഒരു 25% പരിശോധിക്കുമ്പോൾ തന്നെ ഈ മെഷർമെന്റിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അത്തരത്തിൽ ഈ കരാറുകാരനും മറ്റും ചേർന്ന് പണം തട്ടിയെടുക്കാനുള്ള സാധ്യതകൾ, അതാണ് ഫ്രോഡുലന്റ് എൻട്രീസ് എന്ന് പറയുന്നത്, തടയാൻ വേണ്ടി കഴിയും. പിശകുകൾ കണ്ടെത്താൻ വേണ്ടി കഴിയും. വഞ്ചനാപരമായ എൻട്രികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തടയാൻ വേണ്ടി കഴിയും. എങ്ങനെയാണെങ്കിൽ ചെക്ക് മെഷർമെന്റ് ഈസ് ഇന്റൻഡഡ്, അത് നടത്തിയാൽ. ക്ലിയർ അല്ലേ? ചെക്ക് മെഷർമെന്റ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് ഏതായാലും തരില്ല, അടുത്ത ക്ലാസ്സിൽ അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.